എല്ലാവർക്കും കഴിവുണ്ട്. നമുക്ക് ഈ കഴിവുകളൊക്കെ തന്നിരിക്കുന്നത് ദൈവമാണ്. എല്ലാവർക്കും കഴിവുണ്ട്. എല്ലാവർക്കും ഓരോ ചെറിയ ചെറിയ പോരായ്മകളുണ്ട്. അതുപോലെ തന്നെ കഴിവും ദൈവം തന്നിട്ടുണ്ട്. ദൈവത്തിന് വേണ്ടി പൂർണ്ണ മനസ്സോടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവം നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്തായിട്ട് കൊണ്ടു നിർത്തും. അന്ന് ഞാൻ എറണാകുളത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എറണാകുളത്ത് വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ജോലിക്കാരനാണ്, പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സാലറി എനിക്ക് കിട്ടുന്നില്ല. ആ ഒരു സമയത്താണ് മിഷൻ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പം അന്ന് ജശൂരിനൊക്കെ എന്നോട് പറഞ്ഞിട്ട് നിൻ്റെ പേര് ആദ്യമേ എഴുതിയിട്ടുണ്ട്, നീ ഒന്നും നോക്കണ്ട, ഒരാഴ്ചത്തെ ലീവ് എടുത്തിട്ട് വരണമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ സാഹചര്യം കാരണം ലീവ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ജോലി ചെയ്തിട്ട് കിട്ടുന്ന ശമ്പളം കൊണ്ട് എനിക്ക് എൻ്റെ റൂം റെൻറ്റ് കൊടുക്കാനോ ഒരു മാസം എനിക്ക് 3 നേരം ഫുഡ് കഴിക്കാനോ ഒന്നും തികയത്തില്ല. ഞാൻ ഓരോ ദിവസം കഴിച്ചുകൊണ്ടിരുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വിശക്കുമ്പോൾ കട്ടൻ ചായ, ഓഫീസിൽ കെറ്റിലുണ്ട്, അവിടുന്ന് കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കും. വൈകുന്നേരമാണ് രാത്രിയിൽ 2 നേരത്തെയും 3 നേരത്തെയും കൊണ്ടുള്ള ഭക്ഷണം ഒരുമിച്ച് കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഏകദേശം 1-2 മാസത്തോളം അങ്ങനെ പോയി. കാരണം റൂം റെൻറ്റ് കൊടുക്കണം. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ മിഷൻ ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ മാനേജറെ കണ്ടു പറഞ്ഞു, എനിക്ക് ഒരാഴ്ചത്തെ അവധി വേണം, ഞാൻ ഒറീസയ്ക്ക് പോവാം, എനിക്ക് മിഷൻ ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു മിഷൻ ട്രിപ്പ് ഒന്നും പോകാൻ പറ്റത്തില്ല, ഇവിടെ ജോലിയുണ്ട്, ജോലിക്ക് നിൽക്കണമെന്ന് പറഞ്ഞു. അവസാന ദിവസങ്ങൾ അടുത്തപ്പോഴത്തേക്കും ഞാൻ അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞു, എനിക്ക് മിഷൻ ട്രിപ്പിന് പോകണം, ഞാൻ റിസൈൻ ചെയ്യുവാന്ന് പറഞ്ഞു. അടുത്തത് എന്ത് ചെയ്യും, മിഷൻ ട്രിപ്പ് പോയതിന് ശേഷം ഞാൻ എങ്ങനെ നിൽക്കും, എന്ത് ചെയ്യും, ഇതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് പോയി പറഞ്ഞു, എനിക്ക് പോകണമെന്ന് പറഞ്ഞു. ഓക്കെ ശരി, നീ റിസൈൻ ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒറീസയ്ക്ക് പോകുന്നത്. ഒറീസയ്ക്ക് പോയി വന്നതിന് ശേഷം അന്ന് മുതൽ ഇന്ന് വരെ ദൈവം എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. എനിക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ട് വന്നിട്ട് ആരോടും ചോദിക്കാൻ പോയിട്ടില്ല, ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, വെച്ചാൽ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഭാരപ്പെടുന്നേ? നമ്മുടെ ദൈവം നമുക്ക് വേണ്ടിയിട്ടുള്ളത് കൃത്യമായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കറക്റ്റ് സമയമാകുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേരും. പക്ഷേ പിന്നെ ഞാനത് മനസ്സിലാക്കി. കാരണം ഞാൻ എത്ര നിലവിളിച്ചാലും ഞാൻ എത്ര കരഞ്ഞാലും കറക്റ്റ് സമയമാകുമ്പം ദൈവം എനിക്ക് വേണ്ടിയിട്ടുള്ളത് ഒരുക്കിയിട്ടുണ്ടാവും. അതിനുശേഷം പിന്നെ ഞാൻ ഈ ഒരു കാര്യത്തെപ്പറ്റി ഓർത്ത് ഞാൻ കരഞ്ഞിട്ടേയില്ല. കാരണം കറക്റ്റ് സമയമാകുമ്പം എൻ്റെ ദൈവം എനിക്കുള്ളത് അവൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ദൈവം എന്നെ വളരെ നല്ല രീതിയിൽ എന്നെ നോക്കുന്നുണ്ട്. എനിക്ക് യാതൊരു കുറവും ദൈവം വരുത്തിയിട്ടില്ല. ജിസിൻ പറഞ്ഞ പോലെ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ ഉള്ളു തുറന്ന് ദൈവത്തോട് പറയുക, നമ്മൾ കൽപ്പിക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും.